ബി.ജെ.പി. നേതാവ് ശോഭാ സുരേന്ദ്രനെതിരെ മാനനഷ്ട കേസ് നൽകി കെ.സി. വേണുഗോപാൽ. കരിമണൽ ഇടപാടുമായി ബന്ധപ്പെട്ട അപകീർത്തികരമായ ആരോപണങ്ങൾ ഉന്നയിച്ചതിനെതിരെയാണ് കെ.സി. വേണുഗോപാൽ മാനനഷ്ട കേസ് നൽകിയത്. ആലപ്പുഴ ജുഡീഷ്യൽ 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ നേരിട്ട് ഹാജരായാണ് മാനനഷ്ട കേസ് നൽകിയത്. ആർ ശ്രീജിത്ത് ഉണ്ട് വിവരങ്ങളുമായി ആലപ്പുഴയിൽ നിന്ന്. ശ്രീജിത്ത്, ഈ ശോഭാ സുരേന്ദ്രൻ ആവർത്തിച്ച് ഈ കാര്യങ്ങൾ ഉന്നയിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അത് ഏറ്റെടുക്കാൻ ആലപ്പുഴയിലെ ജില്ലാ നേതൃത്വമോ അല്ലെങ്കിൽ സംസ്ഥാന നേതൃത്വമോ എന്തിന് ഈ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത കെ സുരേന്ദ്രനോ പോലും തയ്യാറായിരുന്നില്ല. അതിനിടയിലാണ് ഇപ്പോൾ മാനനഷ്ട കേസ് കൂടി കെ.സി. വേണുഗോപാൽ നൽകിയിട്ടുള്ളത്. ബിനിൽ, ആലപ്പുഴയിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായി എത്തിയപ്പോൾ മുതൽ ശോഭാ സുരേന്ദ്രൻ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആരോപണമാണ് കരിമണലുമായി ബന്ധപ്പെട്ട അഴിമതി ആരോപണം. UDF സ്ഥാനാർത്ഥിയായ കെ.സി. വേണുഗോപാൽ 2004-2009 കാലത്ത് രാജസ്ഥാനിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിയായ ശിശ്രാം ഓലയുമായി കൂട്ടുചേർന്ന് 1000 കോടി രൂപയുടെ അഴിമതി ഈ ഖനിജ വസ്തുക്കളുടെ കാര്യത്തിൽ നടത്തി എന്നാണ് ശോഭാ സുരേന്ദ്രൻ ആരോപിച്ചത്. ഈ ആരോപണം പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെ തന്നെ ആലപ്പുഴ സൗത്ത് പോലീസ് സ്റ്റേഷനിൽ കെ.സി. വേണുഗോപാൽ പരാതി നൽകിയിരുന്നു. ക്രിമിനൽ മാനനഷ്ട നടപടികളുടെ ഭാഗമായിട്ടാണ് പരാതി നൽകിയത്. ഇന്ന് ആലപ്പുഴ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലും കെ.സി. വേണുഗോപാൽ നേരിട്ട് ഹാജരായി ഹർജി നൽകി. കെ.സി. വേണുഗോപാലിന്റെ ഹർജി കോടതി ഫയൽ സ്വീകരിച്ചു. സാക്ഷികളായ അഡ്വക്കേറ്റ് എ ഷുക്കൂർ, ഒപ്പം തന്നെ DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബി ബാബുപ്രസാദ് എന്നിവർക്ക് സമൻസ് അയക്കാനും കോടതി തീരുമാനിച്ചു. 16-നാണ് ഇവർ ഈ കേസ് വീണ്ടും പരിഗണിക്കുന്നത്. കെ.സി. വേണുഗോപാലിന് വേണ്ടി അഡ്വക്കേറ്റ് കൂടിയായ മാത്യു കുഴൽനാടൻ MLA ആണ് കോടതിയിൽ ഇന്ന് ഹാജരായിരിക്കുന്നത്. ഓക്കെ, മാത്യു കുഴൽനാടനാണ് കെ.സി. വേണുഗോപാലിന് വേണ്ടി ഹാജരായിട്ടുള്ളത്. ആലപ്പുഴ കോടതിയിൽ നേരിട്ട് ഹാജരായാണ് ഇപ്പോൾ കെ.സി. വേണുഗോപാൽ മാനനഷ്ട കേസ് നൽകിയിരിക്കുന്നത്. ആർ ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്.